നമസ്കാരം. പ്രധാന വാർത്തകൾ. വികസനം നടക്കാത്ത നഗരസഭയായി ഒറ്റപ്പാലം മാറുന്നു. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വിവാദമായതോടെ നഗരസഭയിലെ വികസനം പ്രതിസന്ധിയിൽ. വയൽ നികത്തലിനെതിരെ KSKTU ശക്തമായ പ്രക്ഷോഭത്തിൽ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിയന്ത്രണമില്ലാതെ വയൽ നികത്തുന്നതിൽ പ്രതിഷേധിച്ച് KSKTU മാർച്ച് നടത്തി. ആസൂത്രണമില്ലാതെ കുടിവെള്ള പദ്ധതികൾ തയ്യാറാക്കി പണം പാഴാകുന്നു. മണ്ണാർക്കാട്ടെ പാണ്ടിക്കാട് കുടിവെള്ള പദ്ധതിക്ക് 8 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടും ലക്ഷ്യം കണ്ടില്ല. പ്രായമായവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഓർമ്മിപ്പിച്ച് ഒരു വയോജന ദിനം കൂടി. എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടുന്ന വയോധികരും വൃദ്ധസദനങ്ങളും വർദ്ധിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ ശ്രീകൃഷ്ണപുരത്ത് ക്രിക്കറ്റ് പിച്ച് ഒരുങ്ങി. പിച്ച് തയ്യാറാക്കിയത് ജില്ലയിലെ ഏറ്റവും വലിയ മൈതാനി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി ഒറ്റപ്പാലം നഗരസഭ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വിവാദമാകുന്നു. ഇത് പ്രദേശത്തിന്റെ വികസന സ്വപ്നങ്ങളെയാണ് പ്രതിസന്ധിയിലാക്കുന്നത്. പുതുതായി നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് കടമുറികൾ നിർമ്മിക്കാനുള്ള നഗരസഭയുടെ തീരുമാനത്തെ പ്രതിപക്ഷ കൌൺസിലർമാർ കഴിഞ്ഞ ദിവസം എതിർത്തത് വിവാദങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ്. CPM പിന്തുണയോടെ കോൺഗ്രസ് വിമതർ ഭരിക്കുന്ന നഗരസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വിവാദമായിട്ടുണ്ട്. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി പുനഃസംഘടന, ആശുപത്രിയിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളികളുടെ നിയമനം, മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ലേലം ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. ഇക്കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടാണ് ഭരണപക്ഷത്തെ വലച്ചത്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് അകത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ദേശവും ചിലപ്പോൾ ചുവപ്പ് നാടയിൽ കുടുങ്ങിയേക്കും. മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ലേലം ഉൾപ്പെടെയുള്ള 15 അജണ്ടകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ സ്റ്റേ നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയൊരു വിവാദം കൂടി തലപൊക്കിയത്. സ്റ്റേ വന്നതോടെ കെട്ടിടം ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ KSCBയുടെ ഓഫീസ് മാറ്റവും ഈ രാഷ്ട്രീയ വടംവലിയിൽ കുടുങ്ങി. ഈ രീതിയിൽ എത്രകാലം നഗരസഭാ ഭരണത്തിന് മുന്നോട്ട് പോകാനാകും എന്നതാണ് ഇനി അറിയാനുള്ളത്. മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തിലെ പാണ്ടിക്കാട് കുടിവെള്ള പദ്ധതി നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. 8 ലക്ഷം രൂപ ചിലവഴിച്ചിട്ട് നിർമ്മാണ പ്രവൃത്തികൾ എങ്ങുമെത്തിയില്ല. കുടിവെള്ളം കിട്ടാതെ പാണ്ടിക്കാട് കോളനി നിവാസികൾ ദുരിതത്തിലാണ്. പാണ്ടിക്കാട് കോളനിയിലെ 70-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് മണ്ണാർക്കാട് കുടിവെള്ള പദ്ധതിയിലെ 2 പൊതു ടാപ്പിൽ നിന്നാണ് വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി പൊതു ടാപ്പിലൂടെ വേണ്ടത്ര വെള്ളം ലഭിക്കുന്നില്ല. പലപ്പോഴും ആഴ്ചകളോളം വെള്ളം മുടങ്ങും. അതിനാൽ കോളനി നിവാസികൾ നിരന്തരമായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്ത് പുതിയ കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. 8 മാസം മുമ്പ് ഗുണഭോക്താക്കളിൽ നിന്ന് 38,000 രൂപയോളം പിരിച്ചെടുത്ത് പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തി പദ്ധതി തുടങ്ങി. പൈപ്പ് ലൈനും മറ്റ് ആവശ്യങ്ങൾക്കുമായി 5 ലക്ഷവും തുടർന്ന് 2.5 ലക്ഷവും അനുവദിച്ചു. എന്നാൽ പദ്ധതിയുടെ കിണറിന്റെയും ഏതാനും മീറ്റർ പൈപ്പ് ലൈനിന്റെയും പണി മാത്രമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. മാസങ്ങളായി പണി നിർത്തിവെച്ചത് ശ്രദ്ധയിൽപ്പെട്ട കോളനി നിവാസികൾ അന്വേഷിച്ചപ്പോൾ ഫണ്ട് തീർന്നുവെന്നാണ് മറുപടി ലഭിച്ചതെന്ന് കോളനി നിവാസികൾ പറഞ്ഞു. ഇവിടെ ഒരു 8 മാസത്തോളായി പാണ്ടിക്കാട് കോളനി, കുന്തിപ്പുഴ പാണ്ടിക്കാട്, മണ്ണാർക്കാട് പഞ്ചായത്തിലെ കുന്തിപ്പുഴ പാണ്ടിക്കാട് കോളനിയിലെ കുടിവെള്ള പദ്ധതിയിലെ പണി തുടങ്ങിയിട്ട് ഞങ്ങളെ കുടിവെള്ളത്തിന് ഏകദേശം 8.25 ലക്ഷം റുപ്യ ഫണ്ട് പാസ്സാവുകയും അതിന്റെ ആദ്യഘട്ട പണി തുടങ്ങിയപ്പോൾ ആ പണിയിലുള്ള അപാകതകൾ, അതിന്റെ അഴിമതികൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി അത് ചാനലുകാരും മറ്റ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിന്റെ അധികാരികൾക്ക് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പഞ്ചായത്തിന്റെ അധികാരികൾ കൂടി ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു കമ്മിറ്റി കൂടുകയും അവരോട് ചില കാര്യങ്ങൾ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പണി രണ്ടാമത് തുടങ്ങുകയും ചെയ്തതാണ് ഇവിടെ. പക്ഷെ അവര് ഒരു 8 റിങ് കൂടെ വാർത്തിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ അന്വേഷിച്ചപ്പോൾ പറയുന്നത് പഞ്ചായത്തിലെ ഫണ്ട് കഴിഞ്ഞു എന്നാണ്. ഏകദേശം 8 ലക്ഷം രൂപ 18 റിങ്ങും 35 ലെങ്ത് പൈപ്പ് ഇട്ടപ്പോഴേക്കും 8 ലക്ഷം രൂപ കഴിഞ്ഞു എന്നാണ് പഞ്ചായത്ത് മെമ്പർ ഞങ്ങളോട്. 3 മാസം മുമ്പ് കിണറിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ അപാകത കണ്ടതിനെ തുടർന്ന് കോളനി നിവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രശ്നമുണ്ടാക്കിയാൽ കുടിവെള്ളം കിട്ടില്ലെന്ന ഭീഷണിയായിരുന്നു പഞ്ചായത്ത് അധികൃതർ അന്ന് സ്വീകരിച്ച നിലപാട്. കിണറിന്റെ അപാകത ഇപ്പോഴും പരിഹരിച്ചിട്ടുമില്ല. 8 ലക്ഷം പോയിട്ട് 4 ലക്ഷം രൂപ പോലും പദ്ധതിക്കായി ചെലവഴിച്ചിട്ടില്ലെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കോളനി നിവാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പദ്ധതി ഇപ്പോൾ അനിശ്ചിതത്വത്തിലുമാണ്. കൂടാതെ പൊതു ടാപ്പിൽ വെള്ളം കൂടി ലഭിക്കാതായതോടെ ഏറെ ദുരിതത്തിലാണ് ഈ കോളനി നിവാസികൾ. പ്രായമായവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒരു വയോജന ദിനം കൂടി. വൃദ്ധസദനങ്ങളും അഗതി മന്ദിരങ്ങളും വർദ്ധിച്ചുവരുന്ന ഇക്കാലത്ത് വയോജന ദിനം കടന്നുവരുന്നത് പലതും ഓർക്കാനും ഓർമ്മിക്കാനുമാണ്. ജീവിത സായാഹ്നങ്ങളിൽ എത്തി നിൽക്കുന്നവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു വയോജന ദിനം കൂടി. ഗ്രാമീണ ഭവനങ്ങളുടെ പൂമുഖത്ത് ചാരുകസേരയിൽ ഇരുന്ന് കഥ പറഞ്ഞും ഉപദേശങ്ങൾ നൽകിയും പേരക്കുട്ടികളെ താലോലിക്കുന്ന മുത്തച്ഛനും മുത്തശ്ശിയും. കൂട്ടുകുടുംബ വ്യവസ്ഥ ശക്തമായിരുന്ന നമ്മുടെ ഭൂതകാലത്തിന്റെ നിറമുള്ള ചിത്രമായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ ഐശ്വര്യം തന്നെയായിരുന്നു ഇവർ.
ഇളയ തലമുറകളെ നേരായ വഴിയിലൂടെ നയിക്കാൻ വലിയ സംഭാവനകളായിരുന്നു ഇവർ നൽകിയിരുന്നത്. എന്നാൽ ഭൂതകാലത്തിന്റെ ആ നിറമുള്ള ചിത്രങ്ങൾ ഇന്ന് മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. പുതുതലമുറ വഴിതെറ്റിപ്പോകാൻ ഒരു കാരണം മുതിർന്നവരുടെ സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങളില്ലാത്തതും അവരുടെ അസാന്നിധ്യവുമാണെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. ജീവിതയാത്രയിൽ പലതും വെട്ടിപ്പിടിക്കാനുള്ള വെപ്രാളപ്പാച്ചിലിനിടയിൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കാനോ ശുശ്രൂഷിക്കാനോ സമയമില്ലാത്തവരായി തീർന്നിരിക്കുന്ന ആധുനിക സമൂഹത്തിന്റെ വക്താക്കളിൽ പലരും പലരെയും സൗകര്യപൂർവ്വം മറക്കുന്നു. വൃദ്ധസദനങ്ങളുടെയും അഗതി മന്ദിരങ്ങളുടെയും എണ്ണം വർദ്ധിക്കുന്നു. അവിടുത്തെ ഹാജർ നിലയും കൂടി വരുന്നു. അച്ഛനും അമ്മയും ഒക്കെ നമുക്ക് നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. അവരെ നോക്കേണ്ടവരാണ്. ഒരു കാരണവശാലും വാർദ്ധക്യത്തിൽ അവരെ തള്ളിവിടേണ്ടവരല്ല. പുതിയ തലമുറയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല ഉപദേശങ്ങൾ കിട്ടാനോ സ്നേഹം ലഭിക്കാനോ സ്നേഹിക്കാനോ ഉള്ള മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അച്ഛനും അമ്മയും ഇല്ലാത്തത് തന്നെയാണ്. വൃദ്ധസദനങ്ങളിലും അഗതി മന്ദിരങ്ങളിലും ഒന്നിനും ഒരു കുറവുമില്ലെങ്കിലും ഒന്നുകൊണ്ടും നികത്താൻ കഴിയാത്ത രക്തബന്ധങ്ങൾ ഓർമ്മ വരുമ്പോൾ ഇവരിൽ പലരും ഞെട്ടി ഉണരുന്നുണ്ടാകും. എത്ര ഇവിടെ വന്നിട്ട് 2 കൊല്ലായി. ഇവിടെ സുഖാണോ? ഇവിടെ സുഖാണോ? എത്ര ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് എത്രയായി? സുഖാണോ? എത്ര ഇവിടെ വന്നിട്ട്? 3 കൊല്ലം. ഇവർക്കെല്ലാം നിറവും ഗന്ധവും സ്വപ്നവുമുള്ള ഒരു ഭൂതകാലമുണ്ടായിരുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ജീവിത സായാഹ്നങ്ങളിൽ ഇവർ ഒറ്റപ്പെട്ടു. ഈ അമ്മമാരെ സ്പർശിച്ചുകൊണ്ട് വർത്തമാനകാലത്തേക്ക് ചെവിയോർത്താൽ കേൾക്കാനാകും നിലതെറ്റിവുരുളുന്ന കാലചക്രത്തിന്റെ രൗദ്രതാളവും പൊട്ടിപ്പോകുന്ന സ്നേഹബന്ധത്തിന്റെ ചങ്ങലക്കിലുക്കും. കുടുംബബന്ധങ്ങൾ കടങ്കഥയാകുന്ന ഈ ഉത്തരാധുനിക യുഗത്തിൽ വന്ധ്യവയോധികരായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലാക്കി വീടും പൂട്ടി വിദേശത്ത് വസിക്കുന്ന വീരപുത്രന്മാർക്ക് മുന്നിൽ ഈ റിപ്പോർട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. വരോട് വീട്ടാമ്പാറയിലെ ആശ്രയം വൃദ്ധസദനത്തിലെ അമ്മമാർക്കും ക്യാമറാമാൻമാരായ സജിത് മാങ്ങോടിനും ബാദുഷാ നെല്ലായിക്കുമൊപ്പം പ്രേംജിത്ത്, ഡെൻസിറ്റി ന്യൂസ്. പ്രായമായവരുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള വയോജന ദിനം ലോകമെമ്പാടും ആചരിച്ചു. നിയമങ്ങളും ക്ഷേമ പദ്ധതികളും നിലവിലുണ്ടെങ്കിലും മക്കളും മരുമക്കളും അടങ്ങുന്ന കുടുംബ പശ്ചാത്തലം നൽകുന്ന സന്തോഷത്തേക്കാൾ മറ്റൊന്നുമില്ലെന്ന് തിരിച്ചറിയുന്ന അവരിൽ പലർക്കും അത് മാത്രം ലഭിക്കാതെ പോകുന്നു. ഏകാന്തതയിൽ ജീവിതത്തെ പഴിക്കുന്ന ശ്രീകൃഷ്ണപുരം വലമ്പലിമംഗലത്തെ പൂളയ്ക്കൽ അമ്മുക്കുട്ടി അമ്മാൾ ഇതിനൊരു ഉദാഹരണമായി നമുക്ക് മുൻപിൽ ഇന്നും ജീവിക്കുന്നു. പ്രായമായ കാലത്ത് മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും പരിചരണത്തിൽ കഴിയേണ്ട നിരവധി പേർ ഇന്നും അതൊന്നുമില്ലാതെ ഏകാന്തതയിൽ ജീവിതം തള്ളി നീക്കുന്നുണ്ട്. അവരിൽ ഒരാളാണ് 90 വയസ്സ് പിന്നിട്ട അമ്മുക്കുട്ടി അമ്മാൾ. വിവാഹിതയായി ഏറെ താമസിയാതെ അമ്മുക്കുട്ടി അമ്മാളുടെ ഭർത്താവ് പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. ഏക മകളും പേരക്കുട്ടിയും മരിച്ചതോടെ അമ്മുക്കുട്ടി അമ്മാൾ തികച്ചും ഏകയാവുകയായിരുന്നു. മൂത്ത സഹോദരി പുത്രന്റെ ആശ്രയം പ്രതീക്ഷിച്ച് സ്വന്തമായുള്ള ഒറ്റമുറി വീടും സ്ഥലവും എഴുതിക്കൊടുത്തു. എന്നാൽ ഈ സഹോദരി പുത്രനും മരിച്ചതോടെ അമ്മുക്കുട്ടി അമ്മാളുടെ പ്രതീക്ഷകളെല്ലാം തകരുകയായിരുന്നു. നിലവിൽ അയൽവാസികളുടെ സഹായത്തോടെ ജീവിതം തള്ളി നീക്കുകയാണ് 90 വയസ്സ് കഴിഞ്ഞ ഈ മുത്തശ്ശി. ഇതങ്ങനെ ഈ മുതൽ അവരുടെ പേരിലാവുകൊണ്ട് എഴുതി കൊടുത്തില്ലേ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇപ്പൊ അവരും തിരിഞ്ഞു നോക്കണില്ല. ഭക്ഷണത്തിന് ഈ പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, കുറച്ചേ വേണ്ടുള്ളൂ. അത് മതി. അടുത്ത വീട്ടുകാരൊക്കെ ഓരോന്ന് വഴി അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്വന്തമായുള്ള സ്വത്തെല്ലാം യാതൊരു മടിയും കൂടാതെ സന്തോഷത്തോടെ അവർ നോക്കുമെന്ന പ്രതീക്ഷയോടെ എഴുതിക്കൊടുത്ത് ഒടുവിൽ ആരും നോക്കാനില്ലാതെ അവഗണിക്കപ്പെട്ട് കഴിയേണ്ടി വരുന്ന വയോജനങ്ങളുടെ എണ്ണം ഓരോ വർഷവും പിന്നിടും തോറും ഏറി വരുന്നു എന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ വകയായുള്ള വയോജന പരിപാലന കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്നവരുടെ എണ്ണവും കുറവല്ല. മാത്രവുമല്ല, മക്കളും മരുമക്കളും ജോലിസ്ഥലത്ത് താമസമാക്കി വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടായിരിക്കുകയാണ്. പ്രായം കൊണ്ടുള്ള ശാരീരിക അസുഖങ്ങൾക്ക് പുറമെ സ്നേഹവും പരിപാലനവും ലഭിക്കാതെ ഒറ്റപ്പെടേണ്ടി വരുന്നത് കൊണ്ടുള്ള മാനസിക അസ്വസ്ഥം കൂടിയാകുമ്പോൾ പാവം ഇവർ
പാടെ തകർന്നു പോകുന്നു. ജീവിത സായാഹ്നങ്ങളിൽ ഇവർക്ക് ഒരു കൈത്താങ്ങ് നൽകാൻ സമൂഹത്തിനും ബാധ്യതയുണ്ടെന്ന് ലോക വയോജന ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോക വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച ശ്രീകൃഷ്ണപുരത്ത് പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നു. വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിലുള്ള ശ്രീകൃഷ്ണ കോംപ്ലക്സിൽ വച്ചാണ് ബോധവൽക്കരണ സെമിനാർ നടത്തുന്നത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ശ്രീകൃഷ്ണപുരം പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റിയും സീനിയർ സിറ്റിസൺ ഫോറവും സംയുക്തമായി ചേർന്നാണ് വയോജന ദിനാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം PS അബ്ദുൽ ഖാദർ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് NB ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. മുതിർന്ന പൗരന്മാരും സമൂഹവും എന്ന വിഷയത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകൻ BP ദേവസ്യ മുഖ്യപ്രഭാഷണം നടത്തും. യുവജനക്ഷേമ ബോർഡുമായി സഹകരിച്ച് ശ്രീകൃഷ്ണപുരം പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റി ആഗോള താപവും പരിസ്ഥിതിയും, മദ്യവും മയക്കുമരുന്നും, സമൂഹവും, പ്ലാസ്റ്റിക്കും, പരിസ്ഥിതി പ്രശ്നങ്ങളും, മുതിർന്ന പൗരന്മാരുടെ പ്രശ്നങ്ങൾ, ബാലവേല, സ്ത്രീ സമൂഹവും പ്രശ്നങ്ങളും എന്നീ 6 വിഷയങ്ങളെ ആസ്പദമാക്കി നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അതൊരു 6 വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പ്രചരണ പരിപാടി. അതിൻ്റെ ആദ്യമൊക്കെ നോക്കിയിട്ട് പറയുന്നത് 6 വിഷയങ്ങൾ. അതൊന്ന് ആഗോളതാപനം, ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ P കൃഷ്ണൻകുട്ടി, MJ തോമസ്, പൊന്നന്തൊടി കൃഷ്ണൻ, M കുട്ടിക്കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന വയൽ നികത്തൽ തടയണമെന്നാവശ്യപ്പെട്ട മാർച്ചും ധർണയും KSKTUവിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂരിൽ നടക്കുന്ന വയൽ നികത്തലിനെതിരെ നടപടിയെടുക്കണമെന്നും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു KSKTU മാർച്ചും ധർണയും നടത്തിയത്. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി NP വിനയകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഭൂമാഫിയയ്ക്ക് അനുകൂലമായ നയങ്ങളാണ് സർക്കാർ പിന്തുടരുന്നതെന്ന് NP വിനയകുമാർ കുറ്റപ്പെടുത്തി. കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമം കൊണ്ടുവന്നു. രാജ്യത്തിനാകെ മാതൃകയായ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ആ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കർശനമായി പാലിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് പകരം ഭൂമാഫിയകളെ സഹായിക്കാൻ വേണ്ടി അതിൽ ഭേദഗതി ചെയ്തുകൊണ്ട് ആ നിയമത്തിന്റെ സാധുതയെ തകിടം മറിക്കുന്ന നടപടിയാണ് ഇന്ന് UDF ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നോക്കൂ, എമർജിംഗ് കേരള എന്ന് പറഞ്ഞ് കേരളത്തിന്റെ വികസനം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചു കൊണ്ടുവരുന്ന ആ പദ്ധതിയുടെ മറവിലും 10,000-കണക്കിന് ഹെക്ടർ കൃഷിയിടം ധരിച്ചിട്ട് നികത്തി ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി റിസോർട്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നേതാക്കളായ അയ്യപ്പൻ, M ശങ്കരൻകുട്ടി, AM നാരായണൻ, MR ജയശങ്കർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാടശേഖരത്തിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ വയലിൽ കൊടി നാട്ടി. മണൽ മാഫിയകളെ നിയന്ത്രിച്ച് ന്യായവിലയ്ക്ക് മണൽ ലഭ്യമാക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് DYFI ചെറുപ്പശ്ശേരി വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം DYFI മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സോഫിയ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പശ്ശേരി അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വില്ലേജ് സമ്മേളനത്തിൽ പ്രസിഡന്റായി TK സലാമിനെയും സെക്രട്ടറിയായി T അജീഷിനെയും തിരഞ്ഞെടുത്തു. CPM ചെറുപ്പശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K നന്ദകുമാർ, ജയകൃഷ്ണൻ, K സുരേഷ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. B ഉണ്ണികൃഷ്ണൻ, ഷമീജ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും രാജീവ്, രഞ്ജിത്ത് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ശ്രീജിത്തിനെ ട്രഷററായും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തിലെ പാണ്ടിക്കാട് അംഗൻവാടിയുടെ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ. അംഗൻവാടിക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി വൈകുന്നതാണ് കാരണം. കെട്ടിടം പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പാണ്ടിക്കാട് അംഗൻവാടിയുടെ കെട്ടിടം തകർന്നിട്ട് 1 വർഷത്തിലധികമായി. തുടർന്ന് പുതിയ അംഗൻവാടി കെട്ടിടത്തിനായി പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചു. 6 മാസങ്ങൾക്ക് മുമ്പ് പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. കഴിഞ്ഞ 6 മാസത്തിലധികമായി കെട്ടിട നിർമ്മാണ പ്രവൃത്തികളൊന്നും നടക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ ഈ അംഗനവാടി പൊളിച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തോളമായി. ഇപ്പോൾ അത് ഡിൻഡിൽ ഉയരം ആയി നിൽക്കുകയാണ്. ഡിൻഡിൽ വാർത്തിട്ടുമില്ല, ഒന്നുമില്ല, പണി അങ്ങനെ നിൽക്കുകയാണ്. കുട്ടികളാണെങ്കിൽ ഇവിടെ ഒരു വീട്ടിൽ ഒരു ബാലവാടിയുടെ തൊട്ടുള്ളൊരു വീട്ടിൽ പിന്നെ ഒരു ചായ്പിൽ തൊയ്ത്തായിരുന്നു. അവർ തൊയ്ത്ത് കന്നാളൊക്കെ വിറ്റപ്പോൾ ആ തൊയ്ത്ത് അങ്ങനെ കയറ്റി കിടക്കുക. അപ്പോൾ അതൊന്ന് നേരേക്ക് തരുമെന്ന് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് നേരേക്ക് കൊടുത്ത അതിലായിരുന്നു. അപ്പോൾ അതൊന്നും ഒഴിവായിട്ട് വേറൊരു വീട്ടിൽ ആണ് ഇപ്പോൾ ബാലവാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ചായ്പിൽ ഒരു ചായ്പിൽ അവിടെ ഒരു ചായ്പ് തന്നെയാണ്.
അപ്പോൾ അതിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമീപവാസിയുടെ തൊഴുത്തിലാണ് ഇപ്പോൾ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് കുട്ടികളെ അയക്കാൻ പലരും വിസമ്മതിക്കുകയാണ്. അതിനാൽ അംഗൻവാടിയിലേക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞ് കരാർ ഏറ്റെടുത്തയാൾ പദ്ധതി വൈകിപ്പിക്കൂ എന്നാണ് ആരോപണം. ഇനിയും പദ്ധതി വൈകുകയാണെങ്കിൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ജില്ലയിലെ വലിയ മൈതാനങ്ങളിൽ ഒന്നായ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നിർമ്മിച്ച ക്രിക്കറ്റ് പിച്ചിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ പിച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിൽ 400 മീറ്റർ ട്രാക്ക് സംവിധാനമുള്ള ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ക്രിക്കറ്റ് മേളയ്ക്കും ഇനി സൗകര്യം ലഭിക്കും. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനാണ് മൈതാനിയിൽ ക്രിക്കറ്റ് പിച്ച് നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് BC ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി രാധാകൃഷ്ണൻ, M ഹരിദാസ്, സ്കൂൾ പ്രിൻസിപ്പൽ MSN സുധാകരൻ, T അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഷൊർണൂർ ക്രിക്കറ്റ് ക്ലബ്ബും പാലക്കാട് ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ആദ്യ മത്സരവും നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ പുതുതായി അനുവദിച്ച BSc ഫിസിക്സ് BA അറബിക് കോഴ്സുകളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കും. ശതാബ്ദി ആഘോഷിക്കുന്ന കോളേജിന് പുതിയ കോഴ്സുകൾ കൂടി അനുവദിക്കപ്പെട്ടത് അഭിമാന നേട്ടമായാണ് അധികൃതർ കാണുന്നത്. പണ്ഡിതരാജൻ പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ 1889 സ്ഥാപിച്ച സംസ്കൃത പാഠശാലയാണ് പിൽക്കാലത്ത് ശ്രീ നീലകണ്ഠ സംസ്കൃത കോളേജായി പരിണമിച്ചത്. ഇപ്പോൾ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കോളേജിൽ പുതിയ കോഴ്സുകൾ കൂടി അനുവദിക്കപ്പെട്ടത് വലിയ നേട്ടമായാണ് കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും കാണുന്നത്. കോളേജിന് പുതിയ കോഴ്സുകൾ അനുവദിക്കണമെന്ന് ഏറെ കാലമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പല കാരണങ്ങളാൽ ഇത് നീണ്ടുപോവുകയായിരുന്നു. BA അറബിക്, BSc ഫിസിക്സ് എന്നീ കോഴ്സുകൾ കൂടി ഈ വർഷം അനുവദിക്കപ്പെട്ടതോടെ 11 ബിരുദ കോഴ്സുകളായി ഇവിടെ. 6 ബിരുദാനന്തര ബിരുദ കോഴ്സുകളും നിലവിൽ കോളേജിലുണ്ട്. ശതാബ്ദി സമ്മാനമായി 30 കോടി രൂപ ചെലവ് വരുന്ന സയൻസ് ബ്ലോക്കും സർക്കാർ കോളേജിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്കൃത കോളേജ് എന്ന നിലയിൽ സംസ്കൃതത്തിൽ കൂടുതൽ കോഴ്സുകളും ലൈബ്രറി വികസനവുമെല്ലാം ഇനിയും നേടിയെടുക്കേണ്ടതുണ്ട്. പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനത്തോടൊപ്പം ഇക്കാര്യങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം CP മുഹമ്മദ് MLA അറിയിച്ചിരുന്നു. ഈ വർഷം നാക്കിന്റെ പുനരംഗീകാരം കിട്ടിയതും ശതാബ്ദി ആഘോഷിക്കുന്ന കോളേജിന് ഇരട്ടി മധുരമായി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഭക്ഷ്യസുരക്ഷാ നിലവാര നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിനും ഗുണനിലവാര നിയമത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും ഹോട്ടൽ ഉടമകളെ പീഡിപ്പിക്കുന്ന ഉദ്യോഗസ്ഥ നയത്തിനെതിരെയും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഒക്ടോബർ 3 നടത്തുന്ന കടയടപ്പ് സമരത്തിൽ മുഴുവൻ ഹോട്ടൽ, ബേക്കറി, കാന്റീൻ ഉടമകളും പങ്കെടുക്കണമെന്ന് KHRA ചെറുപ്പശ്ശേരി യൂണിറ്റ് കമ്മിറ്റി ആഹ്വാനം ചെയ്തു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി ചെറുപ്പശ്ശേരിയിൽ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടത്തി. ചെറുപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ ചെറുപ്പശ്ശേരി യൂണിറ്റ് കമ്മിറ്റിയാണ് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടത്തിയത്. SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. ഡ്രോയിംഗ്, പാട്ട്, ഡാൻസ്, ജനറൽ ക്വിസ് എന്നിവയിൽ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി ചെറുപ്പശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് മാട്ടര മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VV രാജഗോപാലൻ, PK വാസുദേവൻ, MP രവീന്ദ്രൻ, K ബാലഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുപ്പശ്ശേരിയിൽ വിവേകാനന്ദ വിദ്യാനികേതന് കീഴിൽ ഭഗിനി നിവേദിത യോഗ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP AS രാജു നിർവഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സഹകാര്യദർശി BM സുന്ദരേശ്വരനുണ്ണി അധ്യക്ഷനായിരുന്നു. K സ്ഥാണുമൂർത്തി, RSS ജില്ലാ കാര്യവാഹക് KM ശ്രീധരൻ, കുറുമാപ്പള്ളി കേശവൻ നമ്പൂതിരി എന്നിവരും സംസാരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ യോഗ മത്സരങ്ങളിൽ 2ാം സ്ഥാനം നേടിയ വിവേകാനന്ദ വിദ്യാനികേതൻ ടീമിനുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ആധുനിക ഉപകരണങ്ങളും സജ്ജീകരണങ്ങളുമായി കരിങ്കല്ലത്താണിയിൽ സുധർമ്മ സ്പെഷ്യാലിറ്റി ലാബറട്ടറി പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് സുധർമ്മ സ്പെഷ്യാലിറ്റി ലാബറട്ടറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. മെഡിക്കൽ ലാബറട്ടറി രംഗത്ത് ആധുനിക സജ്ജീകരണങ്ങളാണ് സുധർമ്മയിൽ ഒരുക്കിയിരിക്കുന്നത്. കമ്പ്യൂട്ടർവൽകൃത ലാബറട്ടറിയിൽ പരിചയസമ്പന്നരായ മെഡിക്കൽ ടെക്നീഷ്യന്മാരും ഓട്ടോമാറ്റിക് ECG, അനലൈസർ എന്നിവയും പരിശോധനയ്ക്കായുണ്ട്. കരിങ്കല്ലത്താണി സൗദി പ്ലാസയിൽ ആരംഭിച്ച സുധർമ്മ സ്പെഷ്യാലിറ്റി ലാബറട്ടറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനം നടക്കാത്ത നഗരസഭയായി ഒറ്റപ്പാലം മാറുന്നു. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വിവാദമായതോടെ നഗരസഭയിലെ വികസനം പ്രതിസന്ധിയിൽ. വയൽ നികത്തലിനെതിരെ KSKTU ശക്തമായ പ്രക്ഷോഭത്തിൽ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിയന്ത്രണമില്ലാതെ വയൽ നികത്തുന്നതിൽ പ്രതിഷേധിച്ച് KSKTU മാർച്ച് നടത്തി. ആസൂത്രണമില്ലാതെ കുടിവെള്ള പദ്ധതികൾ തയ്യാറാക്കി പണം പാഴാകുന്നു. മണ്ണാർക്കാട്ടെ പാണ്ടിക്കാട് കുടിവെള്ള പദ്ധതിക്ക് 8 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടും ലക്ഷ്യം കണ്ടില്ല. പ്രായമായവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഓർമ്മിപ്പിച്ച് ഒരു വയോജന ദിനം കൂടി. എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടുന്ന വയോധികരും വൃദ്ധസദനങ്ങളും വർദ്ധിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ ശ്രീകൃഷ്ണപുരത്ത് ക്രിക്കറ്റ് പിച്ച് ഒരുങ്ങി. പിച്ച് തയ്യാറാക്കിയത് ജില്ലയിലെ ഏറ്റവും വലിയ മൈതാനി.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.